പോറ്റിയെ കേറ്റിയെ എന്നുള്ള തിരഞ്ഞെടുപ്പ് പാരഡി ഗാനം അത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തി എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ സർക്കാർ രംഗത്ത് വരികയും അതിൻ്റെ ആളുകൾക്കെതിരെ കേസെടുക്കും എന്നുള്ള രൂപത്തിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ അതിന് ഹൈന്ദവ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും അതിനേക്കാളേറെ BJPയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ലഭിക്കുമെന്നായിരുന്നു സർക്കാർ കരുതിയിരുന്നത്. എന്നാൽ BJP അതിൻ്റെ വാദം വ്യക്തമാക്കി കഴിഞ്ഞു, വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടിട്ടില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പാരഡി ഗാനം ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെയല്ല വ്രണപ്പെടുത്തിയത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വികാരത്തെയാണ് വ്രണപ്പെടുത്തിയത്. ആ വ്രണപ്പെട്ട വികാരത്തിൽ നിന്ന് ഉടലെടുത്തതായ എടുത്തുചാട്ടമായിരുന്നു ഈ പാട്ടിനെതിരെ കേസെടുക്കാനും അവരെ പ്രേരിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതമില്ല, പിന്നെ എന്തിനാണ് മതവിശ്വാസികളുടെ കാര്യത്തിൽ അവർ ഇടപെടുന്നത്? ഒരു പുരോഗമനപരമായി അല്ലെങ്കിൽ വികസനം പ്രത്യേകമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏകമായി ഉള്ളത് അവരുടെ കയ്യിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലും ജനങ്ങൾക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഫലമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. ആ തിരഞ്ഞെടുപ്പിൽ അവർക്കേറ്റതായ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി വിശ്വാസികളെ കൂടെ കൂട്ടുക എന്നുള്ള കുടിലതന്ത്രമായിരുന്നു ഇതിൻ്റെ പിന്നിലെന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെയും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. വിശ്വാസികളായ നാം ഉണർന്നു ചിന്തിക്കേണ്ടത് ഈ പൊളിറ്റിക്കൽ മതങ്ങളെ രൂപകൽപ്പന ചെയ്യുന്നതായ രാഷ്ട്രീയ കുടിലതന്ത്രങ്ങൾക്കെതിരെ സടകുടഞ്ഞ് എഴുന്നേൽക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. ജാഗ്രത.